അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6-ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. നുക്കമ്മിലു ബിൽ മുനാസിബി മിനൽ ഖൗസൈനി. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എന്തല്ല, പൂർണ്ണമല്ല. അപ്പം അതിനോട് യോജിച്ചത് ആ തൊട്ടടുത്ത ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. റഅയ്തു ഡേഷ് ഖിത്തൻ. അപ്പോൾ അവിടെ വേണ്ടത് ഏതാണ്? റഅയ്തു ഞാൻ കണ്ടു, ഡേഷ് ഖിത്തൻ പൂച്ചകളെ. അപ്പോൾ അവിടെ എത്ര പൂച്ചകളാണ്? സലാസത്ത അശറ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സലാസത്ത അശറ എന്ന് എഴുതി ചേർക്കുക. രണ്ടാമത്തത് ഫി സുന്ദൂഖി ഡേഷ് ഖലമൻ. ഫി സുന്ദൂഖി ബോക്സിലുണ്ട്, ഡേഷ് ഖലമൻ. അപ്പോൾ അത് സബഅത്ത അശറ എന്നാണോ, അല്ലെങ്കിൽ സബഅ അശറ എന്നാണോ, അല്ലെങ്കിൽ സബഅത്ത അശറത്ത എന്നുള്ളതാണോ? അപ്പോൾ അവിടെ വേണ്ടത് ഏതാണ്? സബഅത്ത അശറ എന്നുള്ളതാണ്. അപ്പം അവിടെ ഫി സുന്ദൂഖി സബഅത്ത അശറ ഖലമൻ എന്ന് എഴുതി ചേർക്കുക. ഇനി മൂന്നാമത്തത് നദറുസുൽ യൗമ ദറുസൻ ഡേഷ്. അപ്പോൾ നദറുസു ഞങ്ങൾ പഠിക്കും, അൽ യൗമ ഈ ദിവസം, ദറുസൻ പാഠം. അപ്പോൾ അവിടെ ജദീദത്തുൻ എന്നാണോ, ജദീദൻ എന്നാണോ, ജദീദുൻ എന്നാണോ? അപ്പോൾ അവിടെ വേണ്ടത് എന്താണ്? ജദീദൻ എന്നുള്ളതാണ്. അപ്പോൾ പുതിയ പാഠം ഞങ്ങൾ ഇന്ന് എന്താക്കും? പഠിക്കും എന്നാണ്. അപ്പോൾ അവിടെ ജദീദൻ എന്ന് എഴുതി ചേർക്കുക. ഇനി നാലാമത്തത് യാ ബനാത്തീ എൻ്റെ പെൺകുട്ടികളെ, ഡേഷ് റുഊസകുന്ന നിങ്ങൾ എന്താക്കരുത്? തല തുറന്നിടരുത്. അപ്പോൾ അവിടെ ലാ തക്ഷിഫ്ന എന്നാണ് വേണ്ടത്, ലാ തക്ഷിഫ്ന. ഇനി അഞ്ചാമത്തത് ഡേഷ് അൽ ബിന്തു ഇലൽ മദ്റസത്തി. അപ്പോൾ ഡേഷ് അവിടെ വേണ്ടത് എന്താണ്? ജാഅത്തി എന്നാണ്. ജാഅത്തിൽ ബിന്തു പെൺകുട്ടി വന്നു, ഇലൽ മദ്റസത്തി എവിടേക്ക്? മദ്രസയിലേക്ക്. ഇനി അടുത്തത് ആറാമത്തത് മാ ലഗിബത്ത് എന്നാണ് അവിടെ വേണ്ടത്. അപ്പം മാ ലഗിബത്ത് അനീസത്തു വക്ത ദർസി. അപ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെ വരും? മാ ലഗിബത്ത് കളിച്ചിട്ടില്ല, അനീസത്തു അനീസ കളിച്ചിട്ടില്ല, വക്ത ദർസി ഏത് സമയം? പഠനത്തിൻ്റെ സമയം. ഇനി രണ്ടാമത്തെ ഭാഗം നംല ഉൽ ജദ്വല എന്നുള്ളതാണ്. അപ്പോൾ താഴെ 4ഓളം ഹർഫ് മാലിയായിട്ടുള്ള ഫീലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുലാരി, അമ്ര, ഹാദിർ, പിന്നെ നഹി, ആയിബ്, ചിലതിൻ്റെ മുലാരി അതൊക്കെ മാലി അതൊക്കെ എന്താക്കണം? അവിടെ ഒഴിവായി കിടക്കുന്ന കള്ളികളൊക്കെ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഒന്നാമത്തത് ജലസ. ജലസ എന്നുള്ളത് മാലിയായിട്ടുള്ള ഒരു ഫിയലാണ്. അപ്പോൾ അതിൻ്റെ മുലാരി എങ്ങനെ വരും? യജ്ലിസു എന്ന് വരും. മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലമാണ്, മുലാരി എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാലമാണ്, അമ്ര എന്ന് പറഞ്ഞാൽ കൽപ്പന, നഹി എന്ന് പറഞ്ഞാൽ വിരോധന. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ജലസ എന്ന ഒരു മാലിയായിട്ടുള്ള ഫിയലിൻ്റെ മുലാരിയാണ് എന്ത്? യജ്ലിസു എന്നുള്ളത്. അമ്ര, ഹാദിർ, ഇജ്ലിസ് എന്നും, നഹി, ആയിബ് എന്താണ് വരേണ്ടത്? ലാ യജ്ലിസ്. അപ്പോൾ അവിടെ ലാ യജ്ലിസ് എന്ന് എഴുതി ചേർക്കുക. രണ്ടാമത്തത് ഖാല. അപ്പോൾ ഖാലയുടെ മുലാരിയാണ് എന്ത്? യഖൂലു. പിന്നെ അതിൻ്റെ അമ്ര, ഹാദിർ എങ്ങനെ വരും? ഖുൽ എന്നും. പിന്നെ അതിൻ്റെ നഹി, ആയിബ് ലാ യഖുൽ എന്നും വരും. ഇനി മൂന്നാമത്തത് നവറ. അപ്പം നവറ എന്ന ഫിയലിൻ്റെ മാലിയായിട്ടുള്ള ഫിയലിൻ്റെ മുലാരിയാണ് ഇത്? യൻളുറു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അമ്ര, ഹാദിറാണ് ഉൻളുർ. പിന്നെ നഹി, ആയിബ് ലാ യൻളുർ. ഇനി നാലാമത്തത് മഷ. മഷ എന്നാണ് അതിൻ്റെ മാലി വരിക. യംഷി എന്നതിൻ്റെ മാലിയാണ് മഷ. പിന്നെ അതിൻ്റെ അമ്ര, ഹാദിർ ഇംഷി എന്നും, അതിൻ്റെ നഹി, ആയിബ് ലാ യംഷി എന്നും വരും. ഇനി അടുത്തത് നുമയ്യിസു നഅ്ത വൽ മൻഊത. നഅ്തും മൻഊത്തും എഴുതാനാണ്. അപ്പോൾ സിഫത്ത് മൗസൂഫ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എന്തും നഅ്തും മൻഊത്തും. ഒന്നാമത്തത് അർ റജുലുൽ മുഅ്മിനു ലാ യക്ദിബ്. മുഅ്മിനായ ഒരു പുരുഷൻ കളവ് പറയുകയില്ല. അതിൽ മൻഊത്ത് ഏതാണ്? റജുൽ എന്നുള്ളതാണ് എന്ത്? മൻഊത്ത്. അപ്പോൾ റജുൽ എന്നുള്ളത് എന്താണ്? മൻഊത്താണ്. പിന്നെ നഅ്ത്ത് അതിലേതാണ്? മുഅ്മിനു എന്നുള്ളതാണ്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് രണ്ടാമത്തത് സല്ലംതു അലാ ബിൻതൈനി സ്വഗീറത്തൈനി. സല്ലംതു ഞാൻ സലാം പറഞ്ഞു, അലാ ബിൻതൈനി സ്വഗീറത്തൈനി രണ്ട് ചെറിയ പെൺകുട്ടികളുടെ മേൽ. അപ്പോൾ അവിടെ ബിൻതൈനി എന്നുള്ളതാണ് മൻഊത്ത്, നഅ്ത്ത് ഏതാണ്? സ്വഗീറത്തൈനി എന്നുള്ളതാണ്. ഇനി അടുത്തത് മൂന്നാമത്തത് ഖറിയത്തി ജമീലത്തുൻ ഫീഹ ഹദീഖത്തുൻ റായിഅത്തുൻ. ഖറിയത്തി എൻ്റെ ഗ്രാമം, ജമീലത്തുൻ എങ്ങനെയുള്ളതാണ്?
ഭംഗിയുള്ളതാണ്. ഫീഹ അതിലുണ്ട് എന്ത്? ഹദീഖത്തുൻ റായിഅത്തുൻ വിശാലമായ പൂന്തോട്ടം. അപ്പോൾ അവിടെ ഹദീഖത്തുൻ എന്ന് പറഞ്ഞാൽ ആണ് എന്ത്? മനഊത്ത്. റായിഅത്തുൻ എന്നുള്ളത് എന്താണ്? നഅത്താണ്. ഇനി നുജീബു ഉത്തരം എഴുതാം എന്നുള്ളതാണ്. എന്താണ്? കൈഫ യുൻഷഉ നഹിയു മിനൽ മുദാരി. മുദാരിയിൽ നിന്നും നെഹി എങ്ങനെയാണ് ഉണ്ടാക്കുക? കൈഫ യുൻഷഉ എങ്ങനെയാണ് നിർമ്മിക്കുക? നെഹി എങ്ങനെയാണ് നിർമ്മിക്കുക? മിനൽ മുദാരി മുദാരിയിൽ നിന്ന്. അപ്പം അതിൻ്റെ ഉത്തരം മുദാരി ആയ ഫിഅലിൻ്റെ ആദ്യം നമുക്ക് എന്താക്കാം? അറബി ഒന്ന് നോക്കാം. ലിസാനുൽ ഖുർആൻ ആണല്ലോ. അറബി എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം വരിക? ബി വളഗി ല ഫി അവലിഹി വബി ജസ്മി ആഖിരിഹി. ബി വളഗി ല ഫി അവലിഹി വബി ജസ്മി ആഖിരിഹി. അതാണ് അതിൻ്റെ അറബിയിലുള്ള ഉത്തരം. അതിൻ്റെ അർത്ഥം എങ്ങനെ വരും? മുളാരിയായ ഫെയിലിൻ്റെ ആദ്യത്തിൽ ല എന്ന ഹർഫിനെ ചേർക്കുക. പിന്നെന്ത് ചെയ്യുക? അവസാനത്തിൽ അക്ഷരത്തിന് സുക്കൂനും ചെയ്തു കഴിഞ്ഞാൽ അതെന്താകും? നെഹി ആകും. അപ്പോൾ മുളാരിയായ ഫെയിലിൻ്റെ ആദ്യത്തിൽ ല കൊടുക്കുക. പിന്നെ അവസാനത്തിന് മുമ്പുള്ളതിന് എന്ത് കൊടുക്കുക? അല്ല, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനും കൊടുക്കുക. അവസാനത്തിന് മുമ്പുള്ളതല്ല, അവസാനത്തെ അക്ഷരത്തിന് എന്തും കൊടുക്കണം? സുക്കൂനും കൊടുക്കണം. അപ്പോൾ ഉദാഹരണം നമ്മൾ മേലെ തൊട്ട മുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നെഹി ആയിബ് എന്നുള്ളതിൽ ലാ ജലസ എന്നുള്ളതിൻ്റെ നെഹി എങ്ങനെ വരും? ലാ യജ്ലിസ് എന്ന് വരും. അപ്പോൾ ആദ്യം എന്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്? ലാ കൊടുത്തിട്ടുണ്ട്. മുദാരിയുടെ ആദ്യം ലാ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനത്തതിന് എന്തും കൊടുക്കണം? സുക്കൂനും കൊടുക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതെന്തായി മാറും? നെഹി ആയി മാറും. ഇനി രണ്ടാമത്തത് കൈഫ യുകവ്വനുൽ അംറുൽ ആയിബു മിനൽ മുദാരി ആയിബ്. അംറ ആയിബ് കൈഫ എങ്ങനെയാണ് യുകവ്വിനു ഉണ്ടാക്കുക? അൽ അംറ ആയിബ്. അംറ ആയിബിനെ എങ്ങനെയാണ് ഉണ്ടാക്കുക? മിനൽ മുദാരി ആയിബ്. മുദാരി ആയിട്ടുള്ള മുദാരി ആയിബിൽ നിന്നും അംറ ആയിബ് എങ്ങനെയാണ് ഉണ്ടാക്കുക? എങ്ങനെയാണ്? അതിൻ്റെ അറബി ആദ്യം നോക്കാം. ബി സിയാദത്തി ലാമി മക്സൂറത്തി ഫി അവലിൽ മുദാരിഇ വസുക്കൂനി ആഖിരിഹി. അതുപോലെ തന്നെ അല്ലേ? ബി സിയാദത്തി ലാമി മക്സൂറത്തി ഫി അവലിൽ മുദാരി വസുക്കൂനിൽ ആഖിരി. അപ്പം അതിൻ്റെ അർത്ഥം എങ്ങനെ വരും? മുദാരിയുടെ ആദ്യത്തിൽ കസ്റാക്കപ്പെട്ട ലാമിനെ കൊണ്ടുവരിക. പിന്നെയോ അവസാനത്തതിന് സുക്കൂന് കൊടുക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മുദാരി ആയിബിൽ നിന്നും അംറ ആയിബ് ഉണ്ടാക്കാം. ഒന്നുകൂടെ നോക്കാം. കെസുറാക്കപ്പെട്ട ലാമിനെ ചേർക്കുകയും അവസാനത്തിൽ സുക്കൂന് ചെയ്യലുമാണ്. ഇനി അടുത്തത് നോക്കാം. മൂന്നാമത്തത് യക്കൂനുൽ ഫിയലുൽ മുദാരി മൻഫിയൻ മത്ത. യക്കൂനുൽ ഫിയല് ആകും, മുദാരി ആയിട്ടുള്ള ഫിയലാകും മൻഫിയാകും. മത്ത എപ്പോഴാണാകുക? അതിൻ്റെ അറബി ഇദാ ദഖല ഹർഫു ലാ ഫി അവലിൽ ഫിയലിൽ മുദാരി. അപ്പോൾ മുദാരി ആയിട്ടുള്ള ഫിയലിൻ്റെ ആദ്യത്തിൽ ലാ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ലാ പ്രവേശിച്ചാൽ അത് എന്തായി മാറി? മൻഫിയായി മാറി. അതാണ് മൂന്നാമത്തതിൻ്റെ ഉത്തരം. മാലി ആയിട്ടുള്ള ഫിയലിൻ്റെ തുടക്കത്തിൽ മാ എന്ന ഹർഫ് വന്നാൽ അതെന്താകും? ഫിയല് മാലി. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഏതാണ്? മുദാരി ആയിട്ടുള്ള മുദാരി മൻഫി ആവണമെങ്കിൽ ആദ്യം എന്ത് കൊടുത്താൽ മതി? ലാമ് പ്രവേശിച്ചാൽ മതി. അപ്പം ഈ മാ ആണ് പ്രവേശിച്ചതെങ്കിൽ മാലിയിൽ മാ പ്രവേശിച്ചാൽ അത് മാലിയിലെ എന്തായി മാറും? മൻഫിയായി മാറും. ഇനി മുദാരിയിലാണ് മൻഫിയാക്കണമെങ്കിൽ ആദ്യം എന്ത് കൊടുക്കണം? ലാ പ്രവേശിപ്പിച്ചാൽ മതി. ഇനി അടുത്തത്, അപ്പോൾ മാലിയിൽ ലായാണ്, മാലിയിൽ മായാണ്, മുദാരിയിൽ ആകുമ്പോൾ അതെന്താകും? ലാ ആകും. അതാണ് മൻഫിയുടെ ഹർഫ്. മനസ്സിലായല്ലോ? അപ്പം യക്കൂനുൽ ഫിയലുൽ മുദാരി മൻഫിയൻ മത്ത. എപ്പോഴാണ് മുദാരി മൻഫിയാകുക? ഒരു ഫിയല് മുദാരി മൻഫിയാകുക എപ്പോഴാണ്? അപ്പോൾ ഇദാ ദഖലത്തി ഹർഫ ലാ ഫി അവലിൽ ഫിയലിൽ മുദാരി. മുദാരി ആയിട്ടുള്ള ഫിയലിൻ്റെ ആദ്യത്തിൽ ലാ എന്ന ഹർഫ് പ്രവേശിപ്പിച്ചാൽ അതെന്തായി? മുദാരി മൻഫിയായി. ഇനി നാലാമത്തെ അൽ അംറുൽ ഹാദിർ മാഹുവ. അംറു ഹാദിർ അതെങ്ങനെയാണ്? തദുല്ലു അലൽ അംരി. അംരിൻ്റെ മേൽ അറിയിക്കുന്നു. അപ്പം അംരിൻ്റെ മേൽ അറിയിക്കുന്നതിനാണ് എന്ത് പറയുക? അംറു ഹാദിർ എന്ന് പറയുക. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അൽ അംറു ഹാദിർ മാഹുവ. അംറു ഹാദിർ എന്നാൽ എന്താണ്? സാന്നിധ്യത്തിൽ ഉള്ളവരോടുള്ള വിധി രൂപം, അഥവാ സാന്നിധ്യത്തിൽ ഉള്ളവരോടുള്ള കൽപ്പനയ്ക്കാണ് എന്ത് പറയാം? അംറ് ഹാദിർ എന്ന് പറയാം. അപ്പോൾ സ്ഥലത്തുള്ള ഒരാളോടാണ് നമ്മൾ എന്താക്കുക?
കൽപ്പിക്കുക, അതിനാണ് അംറ് ഹാദിർ. ഉദാഹരണത്തിന് നീ സഹായിക്ക്, അല്ലെങ്കിൽ നീ അടിക്ക്, നീ ചെയ്യ്, നീ കുടിക്ക്, നീ പഠിക്ക്, നീ പോ എന്നൊക്കെ പറയുമ്പം അതൊക്കെ എന്താണ്? അംറ് ഹാദിറാണ്. കാരണം അത് സാന്നിധ്യത്തിൽ ഉള്ള ഒരാളോട് പറയുന്നതാണ്. അപ്പം സാന്നിധ്യത്തിൽ ഉള്ള ഒരാളോടല്ലാതെ പറയുമ്പോഴോ എവിടെയോ ഉള്ള ഒരാളാണ്. ഇപ്പോൾ നമ്മളിവിടെ കോഴിക്കോടാണെങ്കിൽ അദ്ദേഹം എവിടെയാണ്? വേറെ ഏതോ ഒരു സ്ഥലത്താണ് എങ്കിൽ അവരോട് നമ്മൾ എങ്ങനെ പറയും? അതിന് അംറ് ആയിബ് എന്നാണ് പറയുക. അപ്പോൾ അംറ് ആയിബിൻ്റെ ആദ്യത്തിലൊക്കെയാണ് എന്ത് വരിക? കസറാക്കപ്പെട്ട ലാമും അവസാനത്തതിൽ സുക്കൂനൊക്കെ വരാം. അപ്പോൾ അംറ് ഹാദിറിൻ്റെതോ അംറ് ഹാദിറൊക്കെ ആകുമ്പോൾ എങ്ങനെ വരും? ഇഫ്അൽ, ഇദ്ഹബ് എന്നൊക്കെ വരും അല്ലേ? അപ്പം സാന്നിധ്യത്തിൽ ഉള്ളവരോട് ഉള്ള വിധിയുടെ രൂപമാണ് എന്ത്? അവരോട് കൽപ്പിക്കുന്ന രൂപമാണ് എന്ത്? അംറ് ഹാദിർ എന്ന് പറഞ്ഞാൽ. തദുല്ലു അലൽ അംരി. ഇനി അടുത്തത് നുസരിഫു, സറഫാക്കേണ്ടതാണ്. അപ്പം ഉത്തുറുക്ക് എന്നുള്ളത് എന്താക്കണം? സറഫാക്കണം. അപ്പം അതെങ്ങനെ വരും? ഉത്തുറുക്ക്, ഉത്തുറുക്ക, ഉത്തുറുക്കു, ഉത്തുറുക്കി, ഉത്തുറുക്ക, ഉത്തുറുക്ന. ഇനി രണ്ടാമത്തത് ലാ യക്ദിബ് എന്നുള്ളതാണ്. ലാ യക്ദിബ് സറഫാക്കുമ്പോൾ ലാ യക്ദിബ്, ലാ യക്ദിബ, ലാ യക്ദിബു, ലാ തക്ദിബ്, ലാ തക്ദിബ, ലാ യക്ദിബ്ന എന്ന് വരും. ഇനി മൂന്നാമത്തത് യക്തുബ് എന്നുള്ളതാണ്. അപ്പോൾ യക്തുബ് സർഫാക്കുമ്പോൾ യക്തുബ്, യക്തുബാനി, യക്തുബൂന, തക്തുബ്, തക്തുബാനി, യക്തുബിന, തക്തുബു, തക്തുബാനി, തക്തുബൂന, തക്തുബീന, തക്തുബാനി, തക്തുബിന, അക്തുബു, നക്തുബു എന്ന് വരും. ഇനി നൊഗരിബു, ആറാമത്തെ ഭാഗം നൊഗരിബു, അറബിയിലാക്കാനാണ്. ഒന്നാമത്തത് എൻ്റെ ക്ലാസ്സിൽ 15 പെൺകുട്ടികളുണ്ട്. അപ്പം അത് അറബിയിലാക്കി ഇങ്ങനെ എഴുതും. ഫി എങ്ങനെ വരും? ഫി സൊഫി ഹംസ അഷറത്ത ബിൻതൻ, ഫി സൊഫി ഹംസ അഷറത്ത ബിൻതൻ എന്ന് വരും. ഇനി രണ്ടാമത്തത് എൻ്റെ സഹോദര നീ കളവ് പറയരുത്. അപ്പോൾ അവിടെ എങ്ങനെ വരും? എൻ്റെ സഹോദര നീ കളവ് പറയരുത്. യാ അഹി ലാ തക്ദിബ് അബദൻ, യാ അഹി ലാ തക്ദിബ് അബദൻ എന്ന് വരും. അല്ലെങ്കിൽ എങ്ങനെയും പറയാം, യാ അഹി ലാ തക്ദിബ് എന്നും പറയാം. ഇനി അടുത്തത് ഏഴാമത്തതാണ് നുതർജിമു. ചോദ്യം 1. അപ്പോൾ താഴെ കൊടുത്ത 2 അറബി വാക്കിന് എന്ത് ചെയ്യണം? നമ്മൾ അർത്ഥം എഴുതണം. അൽ യദുൽ ഒലിയ ഖൈറും മിനൽ യദി അസ്സുഫ്ല, താഴ്ന്ന കൈയിനേക്കാൾ ഉത്തമം ഉയർന്ന കൈയാകുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. താഴ്ന്ന കൈയിനേക്കാൾ ഉത്തമം ഉയർന്ന കൈ ആകുന്നു. ഇനി രണ്ടാമത്തത് ലി യദുറുസ് കുല്ലു ത്വാലിബിൻ ദർസഹു, എല്ലാ വിദ്യാർത്ഥിയും അവൻ്റെ പാഠം പഠിക്കട്ടെ. ലി യദുറുസ് കുല്ലു ത്വാലിബിൻ ദർസഹു, എല്ലാ വിദ്യാർത്ഥികളും അവൻ്റെ പാഠം പഠിക്കട്ടെ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.